നമസ്കാരം. കൂട്ടക്കൊലയുടെ കാര്യം പെൺസുഹൃത്തായ ഫർസാനയോട് പറഞ്ഞുവെന്നും ഇതിനുശേഷം അവളെയും കൊന്നുവെന്ന് വെങ്ങാറമൂട് കൂട്ടക്കൊല കേസിലെ പ്രതി അഫ്ഫാന്റെ കുറ്റസമ്മത മൊഴി. മറ്റുള്ളവരെയെല്ലാം കൊല്ലപ്പെട്ടെന്ന വിശ്വാസത്തിലാണ് അഫ്ഫാൻ ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നത്. വീടിന്റെ പിൻവാതിലൂടെ ഉള്ളിൽ കടന്ന് മുകളിലത്തെ സ്വന്തം മുറിയിലേക്ക് കൊണ്ടുപോയി കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയ കാര്യം ഫർസാനയോട് പറഞ്ഞു. നമ്മൾ ഇനി എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ച കസേരയിലിരുന്ന ഫർസാനയെ ചുറ്റിക കൊണ്ട് അടിച്ചു വീഴ്ത്തി. ഫർസാനയുടെ മുഖത്തിന്റെ ഒരു വശം പാടെ തകർന്നു. കടബാധ്യതയാണ് എല്ലാത്തിനും കാരണം. ദിവസവും പണം തിരികെ ആവശ്യപ്പെട്ട് ആളുകൾ എത്തിത്തുടങ്ങിയതോടെ അഫ്ഫാൻ അസ്വസ്ഥനായി. പണമില്ലാത്തതിനാൽ പിതാവിന് നാട്ടിലെത്താൻ സാധിക്കുന്നില്ലെന്ന തിരിച്ചറിവും അഫ്ഫാനെ അസ്വസ്ഥനാക്കി. നാട്ടിൽ തിരിച്ചെത്തിയ അഫ്ഫാന്റെ അച്ഛൻ റഹീമിൽ നിന്നും പോലീസ് മൊഴിയെടുക്കും. ചികിത്സയിലുള്ള അമ്മ ഷെമിയുടെ മൊഴിയും രേഖപ്പെടുത്തും. കൂട്ടക്കൊല നടത്തുന്നതിനിടെയുള്ള അഫ്ഫാന്റെ മദ്യപാനവും ആഹാരം കഴിക്കലും കടം വീട്ടലും അനിയന്റെ മൃതദേഹത്തിനരികെ നോട്ട് വിതറിയതുമെല്ലാം അത് വിചിത്രമെന്നാണ് പോലീസ് പറയുന്നത്. ഫർസാനയ്ക്ക് മുക്കുപണ്ടം പകരം നൽകി വാങ്ങിയ സ്വർണമാല പണയം വെച്ച രൂപയുടെ കടബാധ്യതയുമുണ്ട്. ഫർസാനയ്ക്ക് ഇത് തിരികെ ചോദിച്ചതും അക്കാര്യം അവളുടെ വീട്ടിലിറങ്ങിയാൽ പ്രശ്നമാകുമെന്നതും ഫർസാനയെ കൊല്ലാൻ കാരണമായി. തന്റെ മരണശേഷം ഫർസാനയെ എല്ലാവരും തനിച്ചാക്കുമെന്ന് ആശങ്കയുണ്ടാക്കിയിരുന്നുവെന്നും മൊഴിയിൽ പറയുന്നു. കൂട്ടക്കൊലയ്ക്ക് പ്രേരണയായത് കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത തന്നെയാണെന്ന് പോലീസും പറയുന്നു. അഫ്ഫാന്റെ ഫോൺ സംഭാഷണവും ചാറ്റ് ഹിസ്റ്ററിയും ബാങ്ക് രേഖകളും ശേഖരിച്ച പോലീസ് പണം കടം നൽകിയവരെ കണ്ടെത്തി കേസിൽ സാക്ഷികളാക്കിയിട്ടുണ്ട്. അഫ്ഫാനും ഉമ്മയും സഹോദരനും അടങ്ങിയ കൊച്ചു കുടുംബത്തിന് 65 ലക്ഷം രൂപയുടെ കടമുണ്ട്. ബന്ധുക്കളും നാട്ടുകാരുമായി 13 പേരിൽ നിന്ന് ലക്ഷങ്ങൾ കടം വാങ്ങി. കൂടാതെ 12 ലക്ഷം രൂപ കിട്ടിയ 2 ചിട്ടികളുടെ അടവും മുടങ്ങി. പണം കടം വാങ്ങി തിരിച്ചും മറിച്ചും നൽകിയാണ് പിടിച്ചു നിന്നത്. എന്നാൽ കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് അറിഞ്ഞതോടെ പലരും പണം നൽകാതെയായി. ക്യാൻസർ ബാധിതയായ ഷെമിയുടെ ചികിത്സയ്ക്ക് പോലും പണമില്ലാത്ത അവസ്ഥ വന്നതോടെ കൂട്ട ആത്മഹത്യക്ക് കുടുംബം ആലോചിച്ചിരുന്നു. എന്നാൽ ഷെമിക്ക് ആത്മഹത്യ ചെയ്യാൻ ഭയമായിരുന്നു. തുടർന്നാണ് കൊല ആസൂത്രണം ചെയ്തത്. സഹോദരൻ അഫ്സാനെയും പെൺസുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്താൻ ധൈര്യം കിട്ടാൻ വേണ്ടിയാണ് താൻ മദ്യപിച്ചതെന്ന് പ്രതി പറയുന്നു. ഫർസാനയെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് അഫ്ഫാൻ മറ്റു കൊലപാതകങ്ങളെ കുറിച്ചും പറഞ്ഞിരുന്നു. ശേഷം ഇനി എങ്ങനെ ജീവിക്കുമെന്നായിരുന്നു ഫർസാന അവസാനമായി അഫ്ഫാനോട് ചോദിച്ചിരുന്നത്. വിവരം കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു തൊട്ടു പിന്നാലെ കസേരയിലിരുന്ന ഫർസാനെ പ്രതി ചുറ്റിയേക്ക് അടിച്ചു വീഴ്ത്തിയത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.